എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ രാത്രി ഒരു ലൈവ് ചെയ്യാൻ കാര്യം, ഇന്നലെ ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു. ബോസ്കോ കളമശ്ശേരിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്താണ് കാരണം? അദ്ദേഹം ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ബുക്ക് RTO ഓഫീസിൽ നിന്ന് കൊടുക്കുന്നില്ല. കാരണം അത് പ്രിന്റ് ചെയ്യണ സ്ഥലത്ത് 8 കോടി രൂപ കടവും, അത് പ്രിന്റ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിളിന്റെ ആ സ്ഥലത്തെ ഉദാസീനതയും അവരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മയാണ്. എന്നിട്ട് ഇപ്പോൾ ജാമ്യം കിട്ടി, ബോസ്കോ കളമശ്ശേരിക്ക് ജാമ്യം കിട്ടി. പക്ഷെ അവരെന്ത് ചെയ്ത്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ചില തെട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ കേസും കൊടുത്തു. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മൾക്കൊക്കെ നിയമങ്ങൾ കൊണ്ട് അവകാശങ്ങൾ നേടിത്തന്ന രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ട് ഗാന്ധിജിയെയും മറ്റ് ഒത്തിരി നല്ല രാഷ്ട്രീയക്കാരുമാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിലൂടെ നിയമങ്ങളും അവകാശങ്ങളും നേടിത്തന്നത്. പക്ഷെ ഇന്നത്തെ ചില ചെറ്റ കള്ള കൊലപാതകികളായിട്ടുള്ള, നമ്മൾ അറിയോഞ്ഞോ അറിയാതെയോ തെരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ പറ്റിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത് RTO ഓഫീസിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതാണ്. കൂടാതെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൽ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് RC ബുക്കിനായി കാത്തു നിൽക്കുന്നവർ ഇത് കേൾക്കണം. ആ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിട്ടോ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തിട്ടോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ, RTOയിൽ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിൽ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ ഫീസ് അടച്ച് കാത്തു നിൽക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച്. RTO ഓഫീസിൽ, അതായത് റൈറ്റ് ടു സർവീസ് ആക്ട്, സേവനാവകാശ നിയമം. ഈ നിയമം അനുശാസിക്കുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞ 10 എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഓഫീസിൽ. അത് തന്നെ ഉണ്ട്, അവിടെ വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്റെ അവകാശമാണ്. 10 ദിവസം കഴിഞ്ഞാൽ തന്നെ ഒന്ന്. അതെ തീർച്ചയായും. ആ സേവനാവകാശ നിയമം അനുസരിച്ച് എനിക്ക് തരാത്ത എന്താണ്, അല്ലെ എന്തുകൊണ്ടാണ് തരാഞ്ഞ, ആരാണ് ഇതിന്റെ ഉത്തരവാദി, ഇത് സംബന്ധിച്ചൊരു പെറ്റീഷൻ കൊടുക്കണം അവിടെ ഓഫീസിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടത് നിയമം അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ, കാസർഗോഡ് മുതൽ കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, മൂവാറ്റുപുഴ, ഇടുക്കി, ആലപ്പുഴ മുതലായ എല്ലാ ജില്ലകളിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് 10 ദിവസത്തിനകം RC ബുക്ക് കിട്ടാത്തവർ റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം സേവന നിയമം അനുസരിച്ച്, സേവന അവകാശം നിയമം വെച്ചിട്ട് നമുക്ക് 10 ദിവസം കൊണ്ട് തന്നില്ലെങ്കിൽ നമ്മൾക്ക് അതാത് ജില്ലകളിലെ ഉപഭോക്താ കോടതികളിൽ പോയി നഷ്ടപരിഹാരം ചോദിക്കാം. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും RTOനെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 5 ലക്ഷം രൂപ മെന്റൽ അഗ്നിക്കും ചേർത്ത് 6 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് നമുക്ക് വിവിധ കോടതികളിൽ പോവാം, വേണമെങ്കിൽ ഹൈക്കോടതിയിലും പോവാം. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സേവന അവകാശ നിയമം വെച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഡ്രൈവിംഗ് ലൈസൻസോ RC ബുക്കോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബുക്കോ ഒക്കെ കിട്ടാത്തവർ നിങ്ങൾ ദയവായി എത്രയും പെട്ടെന്ന് ഉപഭോക്താ കോടതിയിൽ പോവുക. ഉപഭോക്താ കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, നമുക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്നെ ശ്രമിക്കുന്ന സംസ്കാരമുള്ള, നിയമം അറിയാവുന്ന നീതിമാന്മാർ കോടതിയിൽ പോകണം. ഉപഭോക്താ കോടതിയിലോ ഹൈക്കോടതിയിലോ എവിടെയെങ്കിലും പോകണം. അവിടെ പോയിട്ട് പറയണം, ഇന്ന പോലെ സേവന അവകാശ നിയമം വെച്ച് എനിക്ക് വേണ്ട സർവീസ് തന്നെ. ഒരിക്കൽ കൂടി ഈ നിയമം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേൾക്കുക. RTO ഓഫീസിൽ, അതായത് റൈറ്റ് ടു സർവീസ് ആക്ട്, റൈറ്റ് ടു സർവീസ് ആക്ട്, സേവനാവകാശ നിയമം.
ഈ നിയമം അനുശാസിക്കുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ 10 വർഷത്തോളം ആർത്തി തന്നെ ഒന്ന്. ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഓഫീസിനകത്ത് തന്നെ ഉണ്ട്. അവിടെ വലിയ ബോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്റെ അവകാശമാണ് 10 ദിവസം കഴിഞ്ഞാൽ തന്നെ ഒന്ന്. അതെ അതെ തീർച്ചയായും. ആ സേവനാവകാശ നിയമം അനുസരിച്ച് എനിക്ക് തരാത്ത എന്താണ് അല്ലെ എന്തുകൊണ്ടാണ് തരാഞ്ഞ ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇത് സംബന്ധിച്ച് ഓക്കെ, എന്നെ ശ്രമിക്കുന്ന ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളും സംഘടനാ നേതാക്കളും ക്ലബിലെ ആൾക്കാരും ഡ്രൈവേഴ്സ് അസോസിയേഷനും ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാവരോടും ഞാൻ പറയുകയാണ്, സേവന അവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് RTO ഓഫീസിൽ രസീത് അടച്ചിട്ട് ഇത്ര ദിവസത്തിനകം സേവനം ലഭിച്ചില്ലെങ്കിൽ അത് ഏത് സർക്കാർ ഓഫീസിലാണെങ്കിലും ഉപഭോക്തൃ കോടതിയിലും ഹൈക്കോടതിയിലും നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ചു പേർക്ക് സൗജന്യമായി എനിക്ക് വേണ്ട സഹായങ്ങൾ, കേസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ സാധിക്കും. ഉണരുക ഉപഭോക്താക്കളെ, ഉണരുക ഉപഭോക്താക്കളെ. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നമ്മളെ അനുസരിക്കേണ്ടവരാണ്. അവർ നമ്മുടെ അടിമകളാണ്, അല്ലാണ്ട് നമ്മൾ അവരുടെ അടിമകളല്ല. അടിമകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥര്, കളക്ടർ, DGP, മന്ത്രിമാർ. അവർ നമ്മളെയും കേൾക്കാനും അനുസരിക്കാനും നമ്മൾക്ക് വേണ്ട സേവനം ചെയ്തു തരാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ അടിമകളെ പോലെ അവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ചില രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഗുണ്ടകളാണ്, ട്രേഡ് യൂണിയന്റെ മറവിലാണ് ഉദ്യോഗസ്ഥ വൃന്ദം കള്ളത്തരവും അഴിമതിയും നടത്തുന്നത്. ഇത്തരം ട്രേഡ് യൂണിയൻ നേതാക്കളെ നിലക്ക് നിർത്താൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2020 ജയിപ്പിക്കുക. 2020 തെരഞ്ഞെടുത്താൽ ഇത്തരം ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വീട്ടിലിരുത്തുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഭാരത്.